പാശ്ചാത്യ ശക്തികളുടെ ഉപരോധ കണ്ണുകളെ വെട്ടിച്ച് കൊറിയൻ ഉപദ്വീപിനെ വീണ്ടും വിറപ്പിച്ചുകൊണ്ട് മഞ്ഞക്കടലിൽ ഉത്തര കൊറിയയുടെ അപ്രതീക്ഷിത സൈനിക നീക്കം. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തങ്ങളുടെ പടിഞ്ഞാറൻ തീരത്തു നിന്നും അതിശക്തമായ ഒരു അജ്ഞാത പ്രൊജക്ടൈൽ ഉത്തര കൊറിയ വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു. ചൈനയ്ക്കും കൊറിയൻ ഉപദ്വീപിനുമിടയിലുള്ള തന്ത്രപ്രധാനമായ ആകാശത്തേക്ക് കുതിച്ചുയർന്ന ഈ വിനാശകാരി ഏതു തരത്തിലുള്ള ആയുധമാണെന്നോ ഇതിന്റെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ടെന്നോ കൃത്യമായി കണ്ടെത്താനാകാതെ അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും അത്യാധുനിക രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ്. സാമ്പത്തികമായും സൈനികമായും തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നവർക്കുള്ള കിം ജോങ് ഉന്നിന്റെ ഈ കനത്ത മുന്നറിയിപ്പ് സാമ്രാജ്യ ശക്തികൾക്കെതിരെയുള്ള ഉത്തര കൊറിയയുടെ ആത്മാഭിമാനത്തിന്റെ പരമാധികാര പ്രഖ്യാപനമായി മാറുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ കപടമായ നയതന്ത്ര സമീപനങ്ങൾക്കും ഏകപക്ഷീയമായ ആവശ്യങ്ങൾക്കും വഴങ്ങില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഉയർത്തിപ്പിടിക്കുന്നത്. 2019 ഹനോയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്ന ആണവ നിരായുധീകരണ ചർച്ചകൾ പരാജയപ്പെട്ടത് അമേരിക്കയുടെ ധിക്കാരപരമായ നിലപാടുകൾ കാരണമായിരുന്നു. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് യാതൊരു ഉറപ്പും നൽകാതെ ഏകപക്ഷീയമായ ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ വാശി ചർച്ചകളെ അട്ടിമറിക്കുകയായിരുന്നു. ആ ചർച്ചകളുടെ പരാജയത്തിന് ശേഷം വിദേശ അധിനിവേശ ശക്തികളെ ചെറുക്കാൻ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് തിരിച്ചറിഞ്ഞ ഉത്തര കൊറിയ തങ്ങളുടെ ആയുധ വികസന പരിപാടികൾ കുത്തിനെ ത്വരിതപ്പെടുത്തി. ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രതിരോധ പരീക്ഷണങ്ങളെയും വലിയ ഭീഷണിയായി ചിത്രീകരിക്കുന്ന ദക്ഷിണ കൊറിയ തങ്ങൾ നടത്തുന്ന വൻതോതിലുള്ള ആയുധീകരണങ്ങളെയും സൈനിക നവീകരണങ്ങളെയും ന്യായീകരിക്കുന്നത് കടുത്ത ഇരട്ടത്താപ്പാണ്. മെയ് 26 നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് ദക്ഷിണ കൊറിയയുടെ സൈനിക ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കാനും കൃത്രിമ ബുദ്ധിയും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകളിലും സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനി സ്വന്തമാക്കാനും പരസ്യമായി ആഹ്വാനം ചെയ്യുകയുണ്ടായി. അമേരിക്കയുമായി ചേർന്ന് ആണവ അന്തർവാഹിനികളും അത്യാധുനിക ആയുധങ്ങളും വികസിപ്പിക്കാൻ ദക്ഷിണ കൊറിയ പദ്ധതിയിടുമ്പോൾ അത് മേഖലയിലെ സമാധാനം തകർക്കില്ലേ എന്ന ചോദ്യം പാശ്ചാത്യ മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു. സ്വന്തം സുരക്ഷയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന ദക്ഷിണ കൊറിയൻ ഭരണകൂടം അതേ അവകാശം ഉത്തര കൊറിയയ്ക്കുമുണ്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അമേരിക്കയുടെ തണലിൽ നിന്നുകൊണ്ട് അയൽരാജ്യത്തെ ഭയപ്പെടുത്താൻ നോക്കുന്ന ദക്ഷിണ കൊറിയയുടെ ഇത്തരം പ്രകോപനപരമായ ആയുധീകരണ നീക്കങ്ങൾക്കുള്ള സ്വാഭാവികവും ശക്തവുമായ മറുപടി മാത്രമാണ് ഉത്തര കൊറിയ മഞ്ഞക്കടലിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതിരോധ പരീക്ഷണം.